സോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. സോ നമ്മളിനി നോക്കാൻ പോകുന്നത് DBMSലെ മൊഡ്യൂൾ 3യുടെ ടോപ്പിക്കാണ്. സ്റ്റാർട്ട് ചെയ്യാൻ മൊഡ്യൂൾ 3യിൽ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് SQL ആണ്. അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിനെ പറ്റിയാണ് ഫസ്റ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ഓഫ് ദ SQL പഠിക്കും, അതേപോലെ തന്നെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളും. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഫസ്റ്റ് പഠിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടി മൊഡ്യൂൾ 3യിലുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് SQL നോക്കാം. എന്താണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്? അതിൻ്റെ ഫസ്റ്റ് ഞാൻ ഈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ SQL എന്ന് പറഞ്ഞ ഈ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് SQLൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കുകയാണ്. മെയിൻലി നമുക്ക് ഈ SQLൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ആദ്യം ഒരു സെലക്ട് ഓപ്പറേഷൻ കാണും, ഫ്രം കാണും, പിന്നെ വേർ. സെലക്ട് ഫ്രം വേർ. ഈ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ അകത്ത് ആട്രിബ്യൂട്ട് ലിസ്റ്റ്, ഫ്രം എന്ന് പറഞ്ഞാൽ ടേബിൾ ലിസ്റ്റ്, അതായത് എവിടെ നിന്ന് ഏത് ടേബിളിൽ നിന്നാണ്. അവസാനം വേർ എന്ന് പറഞ്ഞാൽ കണ്ടീഷനാണ് ഈ വേർ ഓപ്പറേഷനിൽ വരുന്നത്. അവസാനം ഒരു ഓക്കെ, ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് SQL ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറാണത്. ഫസ്റ്റ് സെലക്ട്, ഏത് ആട്രിബ്യൂട്ട് ലിസ്റ്റ് സെലക്ട് ചെയ്യണം, ഫ്രം ഏത് ടേബിൾ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ഫ്രം എടുക്കണം, വേർ ഏതൊക്കെ കണ്ടീഷൻ അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ. ഇതാണ് SQLൻ്റെ ഫസ്റ്റ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: retrieve the name and salary of the employee whose department number is 5. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ തന്നിട്ടുണ്ട്, 5 ആണ്. അതിൻ്റെ നെയിമും സാലറിയും. അപ്പോൾ ഇതെങ്ങനെ റിട്രീവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ SQLൻ്റെ ഒരു ഇതെന്താണ് സ്ട്രക്ചർ എങ്ങനെയാണ്. ഫസ്റ്റ് എന്ത് ഓപ്പറേഷനാണ് എഴുതേണ്ടത്? സെലക്ട്. അപ്പം നമ്മൾ സെലക്ട് എന്ന് എഴുതി. അതിൻ്റെ അകത്ത് എന്ത് ആട്രിബ്യൂട്ട് ലിസ്റ്റ്, അതാണ് നമുക്ക് എന്ത് ആട്രിബ്യൂട്ട് വേണം, നമുക്ക് എന്തൊക്കെയാണ് റിട്രീവ് ചെയ്യേണ്ടത്? നെയിം ആൻഡ് സാലറി. അപ്പം ആട്രിബ്യൂട്ട് ലിസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരും? നെയിം, ഇത് വേണ്ട, നെയിം കോമ സാലറി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നെയിം കോമ സാലറി. അത് സെലക്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്രം, എവിടെ നിന്ന് എടുക്കണം, എവിടെ നിന്നാണ്? ഓഫ് ദ എംപ്ലോയി. അപ്പോൾ എംപ്ലോയി ടേബിളിൽ നിന്നാണ് എടുക്കണം. അപ്പോൾ ഫ്രം എംപ്ലോയി. മനസ്സിലായോ? ഇനി വേർ വരും. അത് എന്ത് കണ്ടീഷനാണ്? വേറെ എന്ന് പറയുമ്പോൾ എന്ത് കണ്ടീഷൻ? ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്തായിരിക്കണം? 5 ആയിരിക്കും. അപ്പോൾ കണ്ടീഷൻ എന്തായിരിക്കുക? D നമ്പർ ഈക്വൽ ടു 5. ക്ലോസ് ചെയ്യുന്നതാണ് ഇത്, ക്ലോഷറും കൂടിയിട്ട് ക്ലോസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് SQL സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ക്വറി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വറി എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായല്ലോ. നമ്മളെ ക്വസ്റ്റ്യനിൽ റിട്രീവ് ദ നെയിം ആൻഡ് സാലറി ഓഫ് ദ എംപ്ലോയി എന്നായിരുന്നു. നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം എങ്ങനെ സെലക്ട് ഫ്രം വേർ. സെലക്റ്റിൽ വരുന്ന ആട്രിബ്യൂട്ട് ലിസ്റ്റ്, എന്തൊക്കെ ആട്രിബ്യൂട്ട് റിട്രീവ് ചെയ്യണം? നെയിം സാലറി. അതുകൊണ്ട് നെയിം സാലറി കൊടുത്തു. ഫ്രം ഏത് ടേബിളിൽ നിന്ന്? ഓഫ് ദ എംപ്ലോയി. സോ എംപ്ലോയി ടേബിൾ കൊടുത്തു. വേർ എവിടെ നിന്ന് എടുക്കണം? വേർ ദ ഹൂസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഈസ് 5. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 ആയത് വേണം എടുക്കാൻ. സോ D നമ്പർ ഈസ് ഈക്വൽ ടു 5. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിട്രീവ് ദ ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് ദ എംപ്ലോയി ഹൂസ് നെയിം ഈസ് ജോൺ B സ്മിത്ത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ റിട്രീവ് ചെയ്യണം? അതായത് ബർത്ത് ഡേറ്റും അഡ്രസ് ഓഫ് ദ എംപ്ലോയി. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏതൊക്കെയാണ്? സെലക്ട് എന്ന് കൊടുക്കുക, ബർത്ത് ഡേറ്റ്, അഡ്രസ്. ഓക്കെ, ആ ടേബിൾ എന്തൊക്കെ കൊടുത്തു അതേപോലെ എഴുതാവും കേട്ടോ. അല്ല ബർത്ത് ഡേറ്റ് എന്നല്ല, ഡേറ്റ് എന്നാണ് ടേബിൾ. ഞാൻ ടേബിൾ കാണിച്ചു തരാം. എംപ്ലോയി ടേബിൾ, ഇതാണ് എംപ്ലോയി ടേബിൾ. അപ്പോൾ ഈ എംപ്ലോയി ടേബിൾ ഡേറ്റും അഡ്രസ്സ് അതേപോലെ വേണം സെലക്റ്റിൽ നമ്മൾ ആട്രിബ്യൂട്ട് ലിസ്റ്റ് എഴുതുമ്പോൾ കൊടുക്കാം. അതിന് നോക്കിയേ, അതിന് എവിടെ എന്തൊക്കെയാണ്, അത് ഏത് ടേബിളിൽ നിന്നാണ്? എംപ്ലോയി ടേബിൾ. അപ്പോൾ ഫ്രം എംപ്ലോയി ടേബിൾ. വേർ എന്തൊക്കെ വേണം? അതിൽ വേറെ എന്താ കണ്ടീഷൻ എന്താ? ഹൂസ് നെയിം ഈസ് ജോൺ B സ്മിത്ത്. അപ്പോൾ ജോൺ B സ്മിത്ത് എന്ന് പറഞ്ഞ നെയിമാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതിൽ നെയിം എന്ന് കൊടുത്തിട്ടില്ല അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? നെയിം, മിനിറ്റ്, നെയിം. അപ്പോൾ ഇങ്ങനെ വേണം കൊടുക്കുക. അതായത് ജോൺ B സ്മിത്ത് നെയിം, അതായത് നെയിം ഈസ് ഈക്വൽ ടു ജോൺ ആൻഡ് മിനിറ്റ് ഈക്വൽ ടു B ആൻഡ് നെയിം ഈക്വൽ ടു സ്മിത്ത്. അതായത് ജോൺ B സ്മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു, നെയിം, മിനിറ്റ്, നെയിം. കാരണം ഇങ്ങനെയാണ് എംപ്ലോയി ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഈക്വൽ ടു ജോൺ ആൻഡ് ഇടയ്ക്ക് കൊടുക്കുക കൂടുതൽ വരുമ്പോൾ കണ്ടീഷൻ. അങ്ങനെ ആൻഡ് ഓപ്പറേഷൻ കൊടുത്താണ് നമ്മൾ ഈ ക്വറി എഴുതിക്കുന്നത്. സോ ഈ ക്വറി മനസ്സിലായല്ലോ, സിമ്പിളായിട്ടുള്ളൊരു ക്വറിയാണ്. നെക്സ്റ്റ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. റിട്രീവ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ എംപ്ലോയീസ് ഹൂ വർക്ക്സ് ഫോർ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കണ്ടെത്തണം? റിട്രീവ് ദ നെയിമും
അഡ്രസ്സും കണ്ടെത്തണം ഓഫ് ഓൾ എംപ്ലോയീസ് ഹൂ വർക്ക് ഫോർ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് കണ്ടീഷൻ എന്താണ്? റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ നെയിമും അഡ്രസ്സാണ് വേണ്ട. സോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട എന്തൊക്കെയാണ്? എഫ് നെയിം അല്ലെങ്കിൽ എൽ നെയിം കൊടുക്കാം. എഫ് നെയിം അഡ്രസ്സ് കൊടുത്തു. ഫ്രം എവിടെയാണ്? എംപ്ലോയി ടേബിൾ മാത്രമാണോ? ഹൂ വർക്ക്സ് ഫോർ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ എന്താക്കാൻ നോക്കണം? നോക്കിക്കേ, എംപ്ലോയി ടേബിൾ നോക്കണം. എംപ്ലോയി ടേബിൾ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എംപ്ലോയി ടേബിൾ നോക്കണം. എന്ത് നോക്കണം? ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ നോക്കണം. ഈ രണ്ട് ടേബിൾ കമ്പയർ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഫ്രം ഏത് ടേബിളിൽ നിന്ന് കൊടുക്കണം? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടീഷൻ എന്താ? ഹൂ വർക്ക്സ് ഫോർ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും? ഇവിടുത്തെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾ എംപ്ലോയി ടേബിളിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആളുടെ എംപ്ലോയി ടേബിൾ എങ്ങനെ കണ്ടെത്തും? നോക്കിക്കേ, ഡി നെയിം ഈക്വൽ ടു റിസർച്ച് കൊടുക്കണം. അതുപോലെ ഡി നമ്പർ എന്തായിരിക്കണം? ഇവിടുത്തെ ഡി നമ്പറുമായിട്ട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കും. അങ്ങനെയല്ലേ ഇവിടുത്തെ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഈ നമ്പറുള്ള ആളായിരിക്കത്തില്ലേ ഇതിൽ പറഞ്ഞാൽ? അങ്ങനെയല്ലേ അയാളുടെ അഡ്രസ്സ് കണ്ടെത്താൻ പറ്റൂ. ഇതിൽ കോമൺ ആയിട്ടുള്ള നോക്കി, ഇതിലെ പ്രൈമറി കീ ഏതാണ്? ഡി നമ്പർ. ഈ ഡി നമ്പർ വെച്ച് നമുക്ക് എംപ്ലോയി ടേബിളിലെ നമ്പർ വെച്ച് കണ്ടെത്തിക്കൂടെ ആളെ? അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം എന്തൊക്കെ കൊടുക്കണം? കണ്ടീഷനിൽ ഡി നെയിം ഈക്വൽ ടു റിസർച്ച് എന്ന് കൊടുക്കണം. ആൻഡ് ഈ എംപ്ലോയി ടേബിളിലെ ഡി നമ്പർ ഏത് ഡി നമ്പർ? ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ ഡി നമ്പറുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അതിലെത്ര എംപ്ലോയീസിൻ്റെ നെയിമും അഡ്രസ്സും വേണം സെലക്ട് ചെയ്യാൻ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടോപ്പിക് ആസ്റ്ററിക്സ്. ആസ്റ്ററിക്സ് എന്നൊരു കോൺസെപ്റ്റാണ്. ആസ്റ്ററിക്സ് എന്താണെന്ന് നോക്കാം. To retrieve all the attribute values of a selected tuples, we specify asterisk which stands for all the attributes. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനിൽ എല്ലാ ആട്രിബ്യൂട്ട്സും, അതായത് ആ ഒരു ട്യൂപ്പിളിലെ എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് വേണമെങ്കിൽ അതിന് ഈ ആസ്റ്ററിക്സ് സിമ്പൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്സും വേണമെന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ വലുതായിപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാം വേണമെങ്കിൽ ആസ്റ്ററിക്സ് ഉപയോഗിച്ച് എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ, retrieve the details of all employees who work for ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 1. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 1 ഉള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും എന്ത് വേണം? ഡീറ്റെയിൽസ് വേണം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് കൊടുക്കും. ഫസ്റ്റ് എന്ത് കൊടുക്കും? സെലക്ട് ഓപ്പറേഷനിൽ നമുക്ക് എന്താ സെലക്ട്? ആട്രിബ്യൂട്ട് ലിസ്റ്റ് എല്ലാം വേണം. അപ്പോൾ നമ്മൾ എന്ത്? ഈ സൈൻ ഇട്ട് കൊടുക്കും, ആസ്റ്ററിക്സ്. ക്വസ്റ്റ്യൻ എന്താ? ഫോർ ഡീറ്റെയിൽസ് ഓഫ് ഓൾ എംപ്ലോയീസ് ആണ്. അപ്പോൾ നമ്മൾ ആസ്റ്ററിക്സ് ഇട്ട് കൊടുത്തു. ഇനി ഫ്രം ഏതാണ്? എംപ്ലോയി ടേബിൾ. അപ്പോൾ ഫ്രം എംപ്ലോയി. നെക്സ്റ്റ്, ഹൂ വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 1. അപ്പോൾ കണ്ടീഷൻ എന്താണ്? വേറിൻ്റെ അകത്ത് കണ്ടീഷൻ എന്ത് കൊടുക്കണം? ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, അതായത് ഡി നമ്പർ ഈക്വൽ ടു 1. മനസ്സിലായോ എങ്ങനെയാണ് എഴുതണതെന്ന്? ആസ്റ്ററിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു എല്ലാ എംപ്ലോയീസും, അതായത് ഡീറ്റെയിൽസ് ഓഫ് എല്ലാ ആട്രിബ്യൂട്ട്സും വേണമെങ്കിൽ ഡി നമ്പർ 1 ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ സെലക്ട് ആസ്റ്ററിക്സ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വന്ന ഓർഡറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് നമുക്കിപ്പോൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ വേണം നമുക്ക് ആ ടേബിൾ വരേണ്ടത്. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കി, റിട്രീവ് ദ ലിസ്റ്റ് ഓഫ് മാനേജേഴ്സ് ആൻഡ് പ്രോജക്ട്സ് ദേ ആർ വർക്കിംഗ് ഓൺ ഓർഡർഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ആൻഡ് ഓർഡർഡ് ആൽഫബറ്റിക്കലി ബൈ ദ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം. അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ട? എല്ലാ മാനേജേഴ്സിൻ്റെയും പ്രോജക്ട്സിൻ്റെയും ലിസ്റ്റ് വേണം. അവരെന്തായിരിക്കും? ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും അതേപോലെ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ഒക്കെ ഓർഡറിൽ കിട്ടണം. അപ്പോൾ നമ്മളിവിടെ എന്താ ഫസ്റ്റ് സെലക്ട് എന്തൊക്കെ നമുക്ക് വേണം? ഡി നെയിം വേണം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വേണം, ലാസ്റ്റ് നെയിം വേണം, ഫസ്റ്റ് നെയിം വേണം. പിന്നെന്താ? പ്രോജക്റ്റ് ലിസ്റ്റ് ഓഫ് മാനേജേഴ്സ് വേണം, അപ്പോൾ പ്രോജക്റ്റ് നെയിമും വേണം. ഓക്കെ, ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ഫ്രം എവിടെ നിന്നൊക്കെ കിട്ടണം? പ്രോജക്റ്റ് നെയിം വരുമ്പോൾ നോക്കിയേ, ടേബിൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ നിന്ന് പ്രോജക്റ്റ് നെയിം, പ്രോജക്റ്റ് നമ്പർ വേണമെങ്കിൽ വർക്ക്സ് ഓൺ ടേബിൾ വേണം. അതേപോലെ ഏത് ടേബിൾ വേണം? പ്രോജക്റ്റ് ടേബിൾ വേണം, വേണ്ടേ? പി നമ്പരും വെച്ചല്ലേ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പം പ്രോജക്റ്റ് ടേബിളും വേണം. പിന്നെ ഏത് ടേബിൾ വേണം? ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളും വേണം, എംപ്ലോയി ടേബിളും വേണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടേബിൾ എടുത്തു? വർക്ക്സ് ഓൺ എടുത്തു, പ്രോജക്റ്റ് ടേബിൾ എടുത്തു, ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു, എംപ്ലോയി എടുത്തു. ഇനി വേറെ എന്തൊക്കെ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടുത്തെ വർക്ക്സ് ഓണിലെ പി നമ്പർ പ്രോജക്റ്റിലെ പി നമ്പർ ഈക്വൽ ആണ്, അതൊരു കണ്ടീഷൻ. നെക്സ്റ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ ഡി നമ്പറും എംപ്ലോയി ടേബിളിലെ ഡി നമ്പറും ഈക്വൽ ആണ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ മാനേജർ എസ്എസ്എനും എംപ്ലോയി ടേബിളിലെ എസ്എസ്എനും എന്താണ്? ഈക്വൽ ആണ്. ഈ കണ്ടീഷൻസിൽ എഴുതണം. എന്നിട്ട് നമുക്ക് ഏത് ഓർഡറിൽ വേണം? അത് ഓർഡർ ബൈ എന്ന് കൊടുത്തിട്ട് ഡി നെയിം, എൽ നെയിം, എഫ് നെയിം എന്ന് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇതാണ് ഓർഡർ. ഇപ്പോൾ ഇങ്ങനൊരു ഓർഡേർഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇതുവരെ നമുക്ക് എഴുതാൻ അറിയാമല്ലോ. അതിന് ഓർഡർ ബൈ എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ആണ് ആ ഓർഡറിൽ വേണ്ടത്? അതായത് ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വേണം, പിന്നെ എൽ നെയിം, പിന്നെ എഫ് നെയിം ആണെങ്കിൽ അങ്ങനെ അത് കൊടുക്കുക ആ ഓർഡറിൽ. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ്. എന്താണ് ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് നോക്കാം. SQL ദ നമ്പർ ഓഫ് ബിൽഡ് ഇൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആർ കൗണ്ട്, മിൻ, മാക്സ്, ആവറേജ്, സം. സോ നമുക്കിപ്പോൾ ഒരു അഗ്രിഗേറ്റ്, അതായത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻസിനെ എല്ലാം കൂടി ഒരു വേർഡായിട്ട്, അതായത് നമുക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് സ്കോർ ചെയ്യുമ്പോൾ കുറേ ലാംഗ്വേജ് കൂടും. അതിനനുസരിച്ച് നമ്മളൊരു ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിച്ച്, ഇതൊക്കെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആണ്, ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കൗണ്ട്, മിനി, മാക്സ്, ആവറേജ്, സം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നോക്കിയേ. റിട്രീവ് ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി. നമുക്ക് എന്താ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്മൾ ലിസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, നമുക്ക് വേണം. അപ്പോൾ എന്താണ് അവിടെ അഡീഷൻ, സം ആയിട്ട് ചെയ്യണമല്ലോ. അവിടെ ടോട്ടൽ കൗണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സെലക്ട് കൊടുത്തിട്ട് കൗണ്ട് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൊടുക്കും. എന്നിട്ട് എന്താ ഓൾ എംപ്ലോയീസ് അല്ലേ, അതുകൊണ്ട് ആസ്റ്ററിക്സ് കൊടുക്കും. കൗണ്ടിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കും, ആസ്റ്ററിക്സ് കൊടുക്കും. എന്നിട്ട് ഫ്രം എവിടെയാണ്, എംപ്ലോയി ടേബിൾ. വേറെ കണ്ടീഷൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഫ്രം വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ സം ഓഫ് സാലറി, the minimum, the max, sum of the salary and the minimum, maximum and the average of the salary of an. അപ്പോൾ നമുക്കിതിൽ സാലറിയുടെ സമ്മ് കണ്ടെത്തണം, മാക്സിമം സാലറി കണ്ടെത്തണം, മിനിമം സാലറി കണ്ടെത്തണം, ആവറേജ് സാലറി ഓഫ് ആൻ എംപ്ലോയി കണ്ടെത്തണം. അതെങ്ങനെ ചെയ്യും നോക്കിയാലോ. സെലക്ടിൻ്റെ അവിടെ എന്ത് കൊടുക്കും, സമ്മ് കൊടുക്കും. സമ്മ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൊടുത്ത് ഹാഷ് സാലറി, എന്തിൻ്റെ സമ്മ്, സാലറിയുടെ ഫംഗ്ഷൻ, കോമ മാക്സിമം എന്തിൻ്റെ വാല്യൂ, സാലറിയുടെ വാല്യൂ. അടുത്ത് മിനിമം എന്തിൻ്റെ വാല്യൂ, സാലറി. അതേപോലെ ആവറേജ് സാലറി. അങ്ങനെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രം എവിടെ, എംപ്ലോയി ടേബിൾ. സിമ്പിൾ ക്വറി അല്ലേ, മനസ്സിലായില്ലേ.